ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഡോണർ ഇല്ലേ, ഇപ്പൊ തരുന്ന ഡോണർ എത്രത്തോളം ഹെൽത്തി ആയിരിക്കണം, അതുപോലെ തന്നെ ഏത് ഏജിലുള്ളവർക്കാണ് ഈ ഡൊണേറ്റ് ചെയ്യാൻ? അതെന്താന്ന് വെച്ചാൽ അതായത് നമ്മളുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ രോഗി അല്ലാത്ത ഒരാളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്ന ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, അത് ഈ അവയവദാതാക്കൾക്കാണ്. വൃക്കയോ കരളോ കൊടുക്കുന്നവർക്ക് മാത്രമാണ് രോഗി അല്ലാത്തവരിൽ കത്തിവെക്കുന്നത്. മനസ്സിലായില്ലേ? വേറെ ഒന്നിനും ചെയ്യത്തില്ല, ബാക്കിയെല്ലാം രോഗികൾക്കില്ലേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. അതായത് നമ്മൾ ഈ വൃക്ക മാറ്റി വയ്ക്കുന്ന സ്ഥലത്തിൽ രോഗി എന്ന് പറയുന്നത് രോഗിയാണ്, ആ രോഗി വൃക്ക വയ്ക്കുന്നുണ്ട്. ആ രോഗിക്ക് ഇപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ നമ്മൾ മാനേജ് ചെയ്യണം, കാരണം അത് രോഗിയാണ്. പക്ഷേ ഈ വൃക്ക കൊടുക്കുന്നവർക്ക് ഒന്നും വരാൻ പാടില്ല, ഒരു ചെറിയ കോംപ്ലിക്കേഷൻ പോലും വരാൻ പാടില്ല. അതുകൊണ്ട് അത്രയും മെറ്റിക്കുലസ് ആയിട്ടായിരിക്കും നോക്കുന്നത്. അവരെ എല്ലാ കാർഡിയോളജി, ന്യൂറോളജി, എല്ലാ സ്പെഷ്യാലിറ്റീസും നോക്കി അവർ 100% ഹെൽത്തി ആണെങ്കിൽ മാത്രമേ അവർ വൃക്ക എടുക്കത്തുള്ളൂ. പിന്നെ അവർക്ക് ആകെയുള്ള റിസ്ക് എന്ന് പറയുന്നത് എല്ലാ ഓപ്പറേഷനും ഉള്ള പോലെ മരുന്നിൻ്റെ അലർജി, അനസ്തീഷ്യ, അതിപ്പോൾ ഏത് ഓപ്പറേഷൻ നമുക്ക് അല്ലാതെ ആ വൃക്ക കൊടുക്കുന്നയാൾക്ക് ഒരു ആപത്തും ഉണ്ടാവാത്ത രീതിയിൽ മാത്രമേ ഈ വൃക്ക എടുക്കത്തുള്ളൂ.